ദിവ്യേ, കാവ്യേ, അച്ഛൻ പോവാണ് മക്കളെ. രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ, ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. അയ്യോ അച്ഛാ പോകല്ലേ. കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ഇനി ചെറുപ്പക്കാർ വരപ്പോൾ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂർ ചെറുപ്പക്കാർ വരട്ടെ. അയ്യോ അച്ഛാ പോകല്ലേ. നിർത്തു, എനിക്ക് പോകാതെ പറ്റില്ല മക്കളെ. നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ. നിങ്ങൾക്ക് എന്നെ വേണം, പക്ഷെ നിങ്ങളുടെ അമ്മ എന്നോട് പോകണ്ടെന്ന് പറയുന്നില്ലല്ലോ. അയ്യോ അച്ഛാ പോകല്ലേ. ശരി ശരി ശരി. എടായി ഹനീലെ, ഓ എന്താണ് എടാ ഈ ലോ ഇരിക്കുന്ന രണ്ടാമത്തെ നിലയിൽ പൂച്ചാത്ത കെട്ടണം ആരേടാ? ഒരപ്പുറത്തെ ശശിയാമന്റെ, ആരെ? പട്ടാള ശശിയാമന്റെ. എന്നെ വാ, നീ ഇവിടുന്ന് മതിയാക്കിട്ട് അതിന്റെ മണ്ടയില് കട തുടങ്ങടാ. അതെന്തോ അമ്മ, ഇവിടെ തെറ്റില്ലാത്ത കച്ചവടം ഉണ്ടല്ലോ അമ്മ. എട ചെറുക്കാ, മോളിലാവുമ്പം നിന്റെ ചായയുടെ സ്വാദ് കൂടും, അത് നിനക്കറിയാം. എന്തോ അമ്മ അങ്ങനെ? എട ചെറുക്കാ, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുമെന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അതാരും അമ്മ? നമ്മളെ മോഹൻലാല്, അല്ലാതെ പിന്നാലെ. മാമന്റെ ഒരു കാര്യമേ. എടേ നീ ഇരിയടാ, ഇരി. എടേ ഈ ഉയരം കൂടുന്തോറും സ്വാദ കൂടുമെന്ന് പറയുന്നത് മോഹൻലാല്. അതെ, പക്ഷേ ഉയരം കൂടുന്തോറും കയ്പാണടാ ഉണ്ടാവണത്. അതെന്തോ അമ്മ അങ്ങനെ? കാര്യം എന്ന് പറഞ്ഞാ MLA വലുതാ അതാ MP വലുതാ? MP ആണ്. MP തന്നെ. പക്ഷെ ഇപ്പൊ MP ആള് 5-6 ദിവസം കഴിയുമ്പോ കയ്പ് അനുഭവിക്കും കേട്ടോ. അയ്യോ, അതെന്താ അങ്ങനെ? പുതിയതായിട്ട് രൂപം കൊണ്ട ആലത്തൂരിലെ കനത്തരികെ ഇപ്പൊ കയ്പായിട്ടാണ് തോന്നണമെന്നാണ് ഞാൻ അറിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കനലൊരു തരി ആരായിരുന്നു? ആസിഫല്ലേ? അതെ 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 അതെ. ഇപ്പൊ കനലൊരു തരി ആര്? ആരും അമ്മ? എടാ ആലത്തൂരിന്ന് ജയിച്ചില്ലേ? ഓ, രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ, കെ രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണൻ ഇനി കയ്പ് അനുഭവിക്കുവാടാ. ഇപ്പൊ മന്ത്രിയല്ലേ? അതെ. മന്ത്രിക്ക് സ്വന്തം കാറ്, സ്വന്തം വീട്, പേഴ്സണൽ സ്റ്റാഫ്, പിന്നെ അപ്പോഴാണെങ്കിൽ എവിടെയെങ്കിലും ഇന്ത്യക്ക് വെളിയിൽ പോവാം. ഇനി MP എന്നും പറഞ്ഞിട്ട് നേരെ ഡൽഹിയിലല്ലേ പോവാൻ പോകുള്ളൂ. അത് വാസ്തവം തന്നെ. തന്നെ. അതെ. അപ്പൊ യഥാർത്ഥത്തില് പാവം ആ രാധാകൃഷ്ണൻ സ്വയമേ വിചാരിച്ച എന്തായിരുന്നു അറിയാം? ഭഗവാനെ ഞാൻ ജയിക്കല്ലേ എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. പാവം അവിടെ ഞാൻ ജയിച്ചു പോയി. അതെ. ഇനി ഇപ്പം ബാക്കി ഇവിടത്തെ 18 പേരോടെ ഡൽഹിയിൽ പോണ്ടേ? എടേ ഈ പാവം ഒറ്റയ്ക്കേ ഉള്ളൂ. ആ ചെറുക്കൻ ഒരു ചായയെങ്കിലും അവന്മാര് വാങ്ങിച്ചു കൊടുക്കോടാ. അതെങ്ങനെ കൊടുക്കും? കൊടുത്താൽ കൊള്ളാം. സ്വന്തമായിട്ട് സ്വർണ്ണക്കട നടത്തിയും വെച്ച് ഉത്സവ പറമ്പിൽ ബലൂൺ വയ്ക്കാൻ പോണ കച്ചവടക്കാരൻ്റെ അവസ്ഥയായി പാവം രാധാകൃഷ്ണന്. എന്തൊരു പറയാൻ. അത് പോട്ടെ, സുരേഷ് ഗോപി ജയിച്ചതിനെ കുറിച്ച് തന്നെ എന്തിനാണ് പറയാനുള്ള? എനിക്കങ്ങനെ ഒരുപാട് അഭിപ്രായമൊന്നുമില്ല. പിന്നെ എന്തിനാണ്? കാരണം രാഷ്ട്രീയ വിജയം എന്ന് പറയാനില്ല, പിന്നെ വ്യക്തിഗത വിജയം. വ്യക്തിഗത വിജയം എന്ന് പറഞ്ഞാൽ എന്തേ? എന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം നിന്നു, പിന്നെ ഒരു പ്രാവശ്യം കയ്പ് അനുഭവിച്ചു. അതിനുശേഷം അവിടെ 5 വർഷം വെച്ച് ഉറങ്ങി. അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പറക്കിയെടുത്ത് വിജയിച്ചു. പക്ഷെ അതൊരു രാഷ്ട്രീയ വിജയം എന്ന് പറയാൻ എനിക്ക് പറയില്ല, ഞാൻ പറയില്ല. പിന്നെ ഒരു വ്യക്തിഗത വിജയം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പൊ എന്നാലും താമര വിരിഞ്ഞതല്ല എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് ഉറപ്പാണ്. തന്നെ. അതെ. അത് മാമൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പറയാൻ പറ്റൂല. കോൺഗ്രസ് കാരന്മാര് പറയുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന്. അത് ശരി. കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. അങ്ങനെയാണല്ലോ, അങ്ങനെ പറയൂ. എന്ന യഥാർത്ഥ സത്യം മാമൻ അറിയാം. അതെന്തിനാ മാമ? അതിൽ എത്ര സത്യം ഉണ്ടെന്ന് മാമൻ അറിഞ്ഞൂടാ. ഇന്നലെ മാമൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ്. അതായത് ഈ കണ്ണാടിപ്പെട്ടി കിടക്കണില്ലേ പരസ്പര വിരുദ്ധമായിട്ട്, നെയ്യപ്പം, സമൂസ, ബജി, കേക്ക്, അതേപോലെ വിഭജിച്ച് കടന്ന തൃശ്ശൂരിലെ ജനങ്ങളെ ഒന്നിച്ച് താമരയിലെത്തിക്കാൻ വേണ്ടി ഒരാളെ നിയോഗിച്ചു.
ആ ആളെ നിയോഗിച്ചത് ഇന്ത്യയിലുള്ള 3 വ്യക്തികളുടെ അന്തർധാരയാണ്, അന്തർധാര എന്നാണ് എൻ്റെ അടുത്ത് അങ്ങാരി പറഞ്ഞത്. ആരല്ല 1 നമ്മളെ മുഖ്യമന്ത്രി, 2 പ്രധാനമന്ത്രി, 3-മത്തത് സാക്ഷാൽ സുരേഷ് ഗോപി. അത് വാ